10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ എന്നതിലെ 3 പാഠങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തിൻ്റെ കഥ ചുരുക്കി പറയുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തെക്കുറിച്ച് ഒരു അറിവ് കിട്ടുന്നതാണ്. മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ നിരർത്ഥകമായി തീരുമ്പോഴുണ്ടാകുന്ന നിരാശയും പ്രകൃതി സ്നേഹവും കൂട്ടിയിണക്കുന്ന ഒരു കഥയാണ് മണ്ണും മനുഷ്യനും. കഥാനായകൻ റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കുന്നതിനായി നഗരത്തിൽ നിന്നകലെ ശാന്തമായ ഒരു വീട് വിലയ്ക്ക് വാങ്ങുന്നു. കഥാനായകൻ്റെ പ്രകൃതി സ്നേഹവും പ്രകൃതി പകർന്നു നൽകുന്ന സൗന്ദര്യാനുഭൂതികളും ആശാന്റെ പൂക്കാലം എന്ന കവിതയിലെ വരികൾ പാടിക്കൊണ്ട് പ്രകടമാക്കുന്നുണ്ട്. കാലം കടന്നു പോകവേ അയാളുടെ വീടിന് ചുറ്റും ധാരാളം വീടുകളും വരുന്നു. അക്കൂട്ടത്തിൽ ഒരു വലിയ മണിമാളികയും ഉയരുന്നു. മണിമാളിക കണ്ട് ഇത്തരം വീടുകൾ ആർക്കു വേണ്ടി എന്ന ചോദ്യം കഥാനായകനിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സമ്പന്നനായ അയൽവാസി വളരെ ചെറുപ്പത്തിൽ തന്നെ വിദേശത്തു പോയി സമ്പാദിച്ച പണം കൊണ്ടാണ് മണിമാളികയുടെ പണി ആരംഭിച്ചത്. ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ്സുള്ള അയാൾക്ക് 2 മക്കളുണ്ട്. ഭാര്യ നേരത്തെ മരിച്ചുപോയി. വളരെ പെട്ടെന്ന് പണിതുയർത്തിയ വീട്ടിൽ താമസിക്കാൻ മക്കളാരും തന്നെ എത്തിയില്ല. ഒരു നാൾ അയൽക്കാരനും മണിമാളികയുടെ ഉടമയുമായി ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നത് കണ്ട കഥാകാരൻ അമ്പരന്നുപോയി. അയാളുടെ ഭാവങ്ങളെല്ലാം ആകെ മാറിപ്പോയിരിക്കുന്നു. അയാളുമായി അത്ര അടുപ്പം ഇല്ലെങ്കിൽ പോലും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കഥാനായകൻ അയാളോട് സംസാരിച്ചിരുന്നു. സ്വന്തം പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റുകയും മുറ്റം മുഴുവൻ ടൈൽസ് പാകുകയും പിന്നീട് അത് പൊളിച്ചു മാറ്റി വില കൂടിയ മാർബിൾ പതിച്ച് മണ്ണിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രവണതയായിരുന്നു അയൽക്കാരൻ്റേത്. വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന കഥാകാരൻ അയാളുടെ പ്രവൃത്തിയോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ കാർ ഷെഡിന്റെ സമീപത്തെ പൊൻചെമ്പകത്തിന്റെ ശാഖകൾ മുറിച്ചു മാറ്റിയത് കണ്ട് സ്തംഭിച്ചു നിന്നുപോയ കഥാനായകനോട് ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞു വീണ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്ന പ്രകൃതി സൗഹൃദമല്ലാത്ത മറുപടിയാണ് അയാൾ പറഞ്ഞത്. ഒരിക്കൽ കഥാനായകന്റെ പുസ്തകപ്രേമത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മരങ്ങളെ സ്നേഹിക്കുന്ന കഥാനായകൻ അദ്ദേഹത്തിന്